ആത്മീയമായി ചില ആശയങ്ങൾ കൂടി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. അപ്പോഴാണ് ഇതിൻ്റെ ഒരു പൂർത്തീകരണം സംഭവിക്കുന്നത്. ഒന്ന്, നമ്മളെ എല്ലാ കാര്യം ചെയ്യുമ്പോഴും അഊദു ചൊല്ലണം. ആത്മാർത്ഥമായി അഊദു ചൊല്ലുമ്പോൾ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അയാളുടെയും പിശാചിൻ്റെ ഇടയിൽ 300 മതിലുകൾ കെട്ടും. പിശാച് അത് പൊട്ടിച്ച് വരുമ്പോഴേക്ക് നമ്മൾ അടുത്ത അഊദു ചൊല്ലിയിട്ടുണ്ടാവും. ഏത് കാര്യം ചെയ്യുമ്പോഴും മനസ്സറിഞ്ഞൊരു അഊദു ഉണ്ടാവണം. കാരണം ഈ ചങ്ങായിയുടെ ചതിയിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ അല്ലാഹ് എന്നെ നമ്മളെ കൂടെ ഉണ്ടാവണം, അല്ലെങ്കിൽ നമുക്ക് കൈച്ചലാവാൻ പറ്റില്ല. ശരിക്കും അഊദുവിൻ്റെ ഒരു താല്പര്യം, ഈ അറബികൾ പൊതുവെ ഉപയോഗിക്കുന്ന ഒരു ടേം ഉണ്ട്, ഈ എല്ലിനോട് ചേർന്ന് നിൽക്കുന്ന മാംസമാണ് ഏറ്റവും ടേസ്റ്റ് എന്ന പോലെയാണ് ഈ അഊദു എന്ന പദം അവിടുന്ന് വരുന്നതാണ്. എന്ന് പറഞ്ഞാൽ അള്ളാഹിനോട് ചേർന്ന് നിൽക്കുക. ഒരു കുട്ടി നായനെ കണ്ട് പേടിച്ചാൽ ഓടി വന്നിട്ട് ഉമ്മാൻ്റെ പർദ്ദ മാക്സി പറ്റി പിടിച്ച് ഉമ്മാന്ന് പറയില്ല, അതേപോലെ അള്ളാഹിനോട് ചേർന്ന് ആവില്ല റബ്ബേ, എന്നെ കൊണ്ടാവില്ല, എൻ്റെ അമലിൽ ഈ ചങ്ങായി പൊളിക്കുന്നുണ്ട്, അഊദു ബില്ലാഹി മിനശ് ശൈത്വാൻ. അങ്ങനെ അള്ളാഹിനോട് പറഞ്ഞാൽ അള്ളാഹ് ഏറ്റെടുക്കാണ്ടിരിക്കുകയും ചെയ്യില്ല. അള്ളാഹിനെ വേണമെന്ന് ഇവൻ്റെ മനസ്സിൽ ആഗ്രഹം ഉണ്ട് എന്ന് അള്ളാഹ്ക്ക് തോന്നിയാൽ ഇയാൾ അള്ളാഹ് ഏറ്റെടുക്കും. അങ്ങനെയാണ് ഒരാൾ തൗബ ചെയ്യുന്നെങ്കിൽ അയാളുടെ തെറ്റൊക്കെ അള്ളാഹ് പുറത്തു കൊടുക്കും. അള്ളാഹ് അങ്ങനെ കഴിഞ്ഞ കൊല്ലത്തെ മിഡ് ടൈം എക്സാമിന് എത്ര മാർക്ക്, കഴിഞ്ഞ കൊല്ലത്തെ പെർസെൻറ്റേജ് ആവും അള്ളാഹ് നോക്കൂല. ഇപ്പോൾ ആ തൗബത്തു അന്നദം, അവൻ്റെ മനസ്സ് ഓക്കെയാണോ എന്നുള്ളതാണ് അള്ളാഹ്ക്ക് അറിയേണ്ടത്. അത്ര അള്ളാഹ്ക്കുണ്ട്. രണ്ടാമത്തേത്, എപ്പോഴും നമ്മൾ മുഅവ്വിദത്തൈന് കയ്യിൽ കരുതണം. ഫർദ് നിസ്കാര ശേഷം ഓതണം മുഅവ്വിദത്തൈന്. രാവിലെയും രാത്രിയും അത് ഓതണം. വെർദുൽ ലത്തീഫ് കൊണ്ട് നടക്കുന്നവർക്ക് അത് ഉണ്ടാവും മുഅവ്വിദത്തൈൻ. ഉറങ്ങാൻ നേരത്തെ ഓതൽ പ്രത്യേകം സുന്നത്തും ഉണ്ട് മുഅവ്വിദത്തൈൻ. അതിനായിട്ട് സ്പെഷ്യൽ ഇറക്കിയ സൂറത്താണല്ലോ അത്. മൂന്നാമത്തത്, ആമൻ റസൂൽ എന്ന ബഖറ സൂറത്തിൻ്റെ അവസാന പാർട്ടിലുള്ള ആയത്ത് എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. ഹദ്ദാദ് എല്ലുന്നവർക്ക് അതുണ്ടാകും എന്നതുകൊണ്ട് പ്രത്യേകം വിശദീകരിക്കേണ്ടതില്ല. 4, ആയത്തുൽ കുർസി എപ്പോഴും കയ്യിൽ കരുതണം. വീട്ടിൽ കയറുമ്പോൾ, ബാങ്ക് ഇഖാമത്തിൻ്റെ ഇടയിൽ, ഫർള് നിസ്കാര ശേഷം, ഉറങ്ങാൻ നേരത്ത്, ഈ 4 സന്ദർഭത്തിൽ ഒരു നിലക്കും മിസ്സാവരുത്. പിശാചിൻ്റെ തലക്കടിക്കുന്ന ഒരു വലിയ ആയുധമാണ് ആയത്തുൽ കുർസി എന്ന് പറയുന്നത്. 5ാമത്തത്, അനാവശ്യ സംസാരം, അനാവശ്യമായ നോട്ടം നമ്മുടെ ജീവിതത്തിൽ ഒഴിവാക്കുക. എത്ര ആവശ്യമില്ലാത്ത കാര്യത്തിൽ നോക്കിയോ അത്ര ആവശ്യമുള്ള കാര്യത്തിലേക്ക് നോക്കാനുള്ള ചാൻസ് പോകും. മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഅനി. ആവശ്യമില്ലാത്ത കാര്യത്തിൽ എൻഗേജ് ആകുന്നതിനനുസരിച്ച് ആവശ്യമുള്ള കാര്യം മിസ്സാവും. ഒരു ആത്മീയ മജ്ലിസിൽ ഒരാൾ കരയുമ്പോൾ വേറൊരാൾ ചിന്തിച്ചു, ഇയാളൊക്കെ ആരെ കാണിക്കാനാണ് കരയുന്നത്, ആരെയോ കാണിക്കാൻ കരയുന്നതെന്ന് തോന്നുന്നു. ആ സ്പോട്ടിൽ അല്ലാഹ് മലക്കളോട് പറഞ്ഞു, അങ്ങനെ ചിന്തിച്ച ആൾക്ക് എന്നോർത്ത് കരയാനുള്ള ഒരു കൊല്ലത്തെ തൗഫീക്ക് ഉടനെ ഡിലീറ്റ് ആക്കിയേക്കും. ഒരു കൊല്ലം എൻ്റെ കണ്ണെന്ന് ഒരു തുള്ളി വെള്ളം ആത്മീയമായിട്ട് വരണ്ടാന്ന്. ഒരു കാര്യത്തിൽ നമ്മൾ ഇടപെടാൻ നിൽക്കേ വേണ്ട, വെറുതെ വേണ്ടാത്ത പണിക്ക്. ഒരു വീട്ടിൽ പോയിട്ട് ഇങ്ങനെ ഇൻറ്റീരിയർ നോക്കുക. എന്തിന്? ഒരു വീട്ടിൽ ഇങ്ങനെ ഇരുന്നിട്ട് മട്ടം മന്തിയാൻ തോന്നുന്നു. എന്തിൻ്റെ വട്ടാന്ന് നമുക്കൊക്കെ, എന്തിൻ്റെ വട്ടം? ആവശ്യമില്ലാത്ത ഒരു കാര്യത്തിൽ നമ്മൾ ഇടപെടാതിരിക്കാം. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയും, അൽ യൗമ അമലുൻ ഗദൻ ജസാഉൻ. ഇന്നാണ് നമ്മൾ പണിയെടുക്കേണ്ടത്, പ്രതിഫലത്തിൻ്റെ ലോകത്തുനിന്ന് അനുഭവിക്കാനുള്ളതാണ്. ഇന്ന് നമ്മൾ പണിയെടുക്കണം. ഏതൊരു മനുഷ്യനെയും ഖബറിൽ നിന്ന് വല്ല നബിയോ അല്ലെങ്കിൽ ഒരു വലിയോ കറാമത്ത് മുഅ്ജിസത്ത് കൊണ്ട് എഴുന്നേൽപ്പിച്ച് നിങ്ങൾക്ക് എന്താണ് ആഗ്രഹം എന്ന് ചോദിച്ചാൽ അയാൾ പറയുന്ന ഒരു ഉത്തരം, റമദാനിൽ ഒരൊറ്റ ദിവസം ജീവിക്കാനുള്ള തൗഫീഖ് ഒന്ന് വാങ്ങിത്തന്നാൽ മതി. ആ ദിവസങ്ങൾ 3 നമ്മളിൽ നിന്ന് കഴിഞ്ഞുപോയത്. എന്തിനാണ് നമ്മൾ വബല്ലിഗ്നാ റമദാൻ എന്ന് എവിടെയോ ഉള്ള റമദാനിനെ വിളിച്ചു വരുത്തിയത്? ഈ വിളിക്കുന്ന സമയത്ത് നമ്മൾ എന്താണ് താല്പര്യപ്പെട്ടത്? ഇങ്ങനെയൊക്കെ ആലോചിക്കുമ്പോൾ, നമ്മൾ അള്ളാഹുവിലേക്ക് യാത്ര ചെയ്യുന്നവരാണ് എന്ന് ചിന്തിക്കുമ്പോൾ, നമ്മൾ ഏറ്റവും കൂടുതൽ പഠിക്കേണ്ട ഒരു ആലോചന നിങ്ങളോട് പങ്കുവെച്ച് ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കാം. അള്ളാഹു കബൂൽ ചെയ്യുന്ന മജ്ലിസായി നമുക്കിത് കിട്ടണം. അള്ളാഹു അങ്ങനെ ആക്കി തരുമാറാവട്ടെ. നമ്മൾ അള്ളാഹുവിലേക്കുള്ള സഞ്ചാരത്തിലാണ്. ആ സഞ്ചാര വഴിയിൽ നമ്മെ ആത്മീയ വഴിയിൽ നിന്ന് മാറ്റി നിർത്തുന്ന, തെറ്റിക്കുന്ന ശത്രുക്കളുണ്ട്. അതിലേറ്റവും മൂർച്ചയുള്ള ആയുധമായിട്ടാണ് 2 ശത്രുക്കൾ വരുന്നത്. അതല്ലാത്ത ശത്രുക്കളും ഉണ്ട്. ഈ 2 ശത്രുക്കളെ കീഴ്പ്പെടുത്തിയാൽ തന്നെ മനുഷ്യന് വിജയിക്കാൻ പറ്റും. ഒന്ന് ഹവൻ നഫ്സാണ്.
ഹവൻ നഫ്സിൻ്റെ സഹായം ഇല്ലാതെ പിശാചിനൊന്നും ചെയ്യാൻ പറ്റൂല. ഹവൻ നഫ്സ് ഡോറ് തുറന്നു കൊടുത്തുകൊണ്ടാണ് പിശാച് മജറദ്ദമിൽ സഞ്ചരിക്കുന്നത്, രക്തധമനികളിൽ സഞ്ചരിക്കുന്നത്. റമദാനിൽ പിശാചിനെ അള്ള കെട്ടിയിടും. ബാക്കി 11 മാസം കെട്ടിയിടേണ്ട ഡ്യൂട്ടി നമുക്കാണ്. 1 മാസം ട്രെയിനിങ് ക്യാമ്പ് നൽകി, പരിശീലനം നൽകി നമ്മളെ പുറത്തിറക്കുകയാണ്. യു ക്യാൻ, നിനക്ക് കഴിയും എന്ന് അള്ളാഹു പ്രൂഫ് ചെയ്യുകയാണ്. അയ്യോ എനിക്ക് നടക്കൂല, കുറച്ച് ലേറ്റായിട്ട് ഉറങ്ങിയാൽ തഹജ്ജുദ് മിസ്സാവുന്നു, സുബഹിക്ക് എണീക്കാൻ പറ്റുന്നില്ല എന്ന് നമ്മൾ പരിഭവം പറയുമ്പോൾ അള്ളാഹ് നമുക്ക് തെളിയിച്ചു തരികയാണ്, പ്രൂഫ് ചെയ്യാണ്. യു ക്യാൻ, നിനക്ക് കഴിയും. ബെസ്റ്റ് സെല്ലറായ യു ക്യാൻ എന്ന പുസ്തകം വായിച്ചാൽ കിട്ടുന്നതിൽ അപ്പുറത്തുള്ളൊരു മോട്ടിവേഷൻ ആത്മീയമായി റമദാനിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. ആര് പറഞ്ഞ്? നിന്നെ അത്താഴത്തിന് തന്നെ എഴുന്നേൽപ്പിച്ചല്ലോ, ഖുർആൻ ഓതിയല്ലോ, ളുഹറിനും അസറിനും ജമാഅത്തിന് പങ്കെടുത്തല്ലോ, ക്ഷീണിതനായിട്ട് നീ രാത്രി തറാവീഹ് നിസ്കരിക്കുന്നുണ്ടല്ലോ. ശരിക്കും പറഞ്ഞാൽ ക്ഷീണം കൊണ്ട് മഗ്‌രിബിന് എന്നെ ഉറങ്ങിയിട്ട് വേണ്ട, ഇന്ന് ഇശാവൊന്നും വേണ്ട, കാരണം അത്രയും അധ്വാനിച്ചല്ലേ പകല്. അങ്ങനെയാണ് നീ ചിന്തിക്കേണ്ടത്. പക്ഷേ ഇശാവും ജമാഅത്ത് തറാവീഹും വിത്തറും ഒറ്റയിട്ട രാവും ഉറക്കൊഴിക്കലൊക്കെ ഉണ്ടല്ലോ. അപ്പം നിനക്ക് കഴിയില്ല എന്ന് നിനക്ക് വെറുതെ തോന്നുകയാണ്. അപ്പോൾ 1 മാസം പിശാചിനെ കെട്ടിയിട്ട റബ്ബ് ബാക്കി 11 മാസക്കാലം നമുക്ക് കെട്ടിയിടാനുള്ള എല്ലാ വകുപ്പും നൽകുന്നുണ്ട്. നമ്മൾ കെട്ടിയിടണം. എന്നിട്ട് വഖാലിഫിൻ നഫ്സ വശൈത്വാൻ ഫഅസ്ഹിമാ, ഈ 2 ശത്രുക്കളെ നമുക്ക് കീഴ്പ്പെടുത്താൻ പറ്റണം. എന്താണ് ഈ ശത്രുക്കൾ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്? എന്താണ് ഇവരുടെ താല്പര്യം? ഇത് പഠിക്കൽ നാട്ടിലുള്ള 4-5 ആള് മയ്യത്ത് ഒളിപ്പിക്കാൻ പഠിക്കണ പോലെയുള്ളൊരു ഫർള് കിഫയായ മസല അല്ല, മറിച്ച് ഇത് പഠിക്കൽ ഓരോരുത്തർക്കും ഫർള് ആയിനാണ്. നിർബന്ധമായും ഇത് പഠിച്ചിരിക്കണം. എന്നിട്ട് അവനവനെ ചതിക്കാൻ വരുന്ന ശത്രുവിനെ തിരിച്ചറിയണം. ആദ്യം നമുക്ക് പിശാചിൻ്റെ ശത്രുതയെ ഒന്ന് പഠിച്ചു നോക്കാം. പിശാചിനെ കുറിച്ച് ഖുർആൻ പരിചയപ്പെടുത്തുന്നത് അദുവ്വും മുബീൻ എന്നാണ്, വ്യക്തമായ ശത്രു. വ്യക്തമായ എന്ന് പറയുന്നതിൽ തന്നെ ഒരു വ്യക്തത ഉണ്ട്. കാണുന്നില്ല, ഇത്ര വ്യക്തമായിട്ട് നിലാവ് കണ്ടിട്ട് കാണുന്നില്ല എന്ന് വെച്ചാൽ ഈ വ്യക്തതക്കൊരു വ്യക്തത ഉണ്ടല്ലോ. നിന്നോട് അന്നേ മലയാളത്തിൽ വ്യക്തമായി പറഞ്ഞല്ലേ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തത ഉണ്ട്, ഒരു ക്ലാരിറ്റി ഉണ്ട്. അപ്പോൾ പിശാചിനെ വ്യക്തമായ ശത്രു എന്ന് പരിചയപ്പെടുത്താൻ കാരണം തഫാസീറിൻ്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. എന്താ അതിൻ്റെ കാരണം പിശാച് ശത്രുവാണെന്ന് നമുക്ക് എല്ലാവർക്കും വേഗത്തിൽ മനസ്സിലാവും. ഉദാഹരണം പറഞ്ഞാൽ, ഇവിടെ ഒരു ബേക്കറി ഷോപ്പ് പുതിയതായി തുടങ്ങിയാൽ നേരത്തെ ബേക്കറി ഷോപ്പ് നടത്തുന്ന ഷോപ്പ് കീപ്പറിന് ഒരു ചെറിയൊരു ശത്രുത ഉണ്ടാവും. എന്തുകൊണ്ട്? അദ്ദേഹത്തിൻ്റെ ലാഭവിഹിതം ഇനി കുറച്ച് കുറയുമോ എന്നൊരാശങ്ക. ഓട്ടോ സ്റ്റാൻഡിൽ പുതിയൊരു ഓട്ടോക്കാരൻ വന്നാൽ നിലവിലുള്ള ഓട്ടോക്കാരുടെ മനസ്സിന് ശുദ്ധിയില്ലെങ്കിൽ പുതിയ ഓട്ടോക്കാരനെ കാണുമ്പോൾ ഒരു അസ്വസ്ഥത ഉണ്ടാവും. ഓരോന്ന് പുതിയ വന്ന് കച്ചവടം. അവർ ഖുൽ റബ്ബിൽ ഫലക്കല്ല ഓതുന്നത്, അവരുടെ ഒരു ശത്രുതയുടെ ഒരു മർമറിങ് വർത്തമാനങ്ങളാണ് വരുന്നത്. അതാണ് കാര്യം. അതെന്തിനാ ശത്രുത? നമുക്ക് കിട്ടുന്ന ലാഭത്തിൽ കുറയുമോ എന്നൊരാശങ്ക ഉണ്ട്. അതിനൊരു ജെന്യുവനായ റീസൺ ഉണ്ട്. എന്നാൽ പിശാചിന് നമ്മളോട് ശത്രുത വെച്ചുകൊണ്ട് പ്രത്യേകിച്ചൊന്നും കാര്യമില്ല. നമ്മുടെ സുബി കഥാക്കിക്കൊണ്ട് പിശാചിന് എന്ത് കിട്ടാനാ? 4 ആളുടെ ഈമാൻ തെറ്റിച്ചുകൊണ്ട് പിശാചിന് എന്ത് കിട്ടാനാ? 2 പേരുടെ ദാമ്പത്യം തകർത്തതുകൊണ്ട് പിശാചിന് എന്ത് കിട്ടാനാ? ഒരു കാര്യലാഭവും ഇല്ലാതെ പൈസ കൊടുത്തിട്ട് ഒതുക്കാൻ പറ്റാത്ത, പദവി കൊടുത്തിട്ട് ഒതുക്കാൻ പറ്റാത്ത, കൺവിൻസ് ചെയ്യാൻ പറ്റാത്ത ഒരു ശത്രു. ഈ ശത്രു നമ്മളിൽ നിന്ന് ആകപ്പാടെ ആഗ്രഹിക്കുന്നത് നശിച്ച് പണ്ടാരടങ്ങണം എന്നുള്ളതാണ്. വേറൊരു താല്പര്യമില്ല. അതുകൊണ്ടാണ് നമുക്ക് തിരിയണ ഭാഷയിൽ പറഞ്ഞത് അദുവ്വും മുബീൻ, വ്യക്തമായ ശത്രുവാണ്. നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും, വ്യക്തമായ ശത്രു. മൂപ്പരിക്കൊന്നും തിരിച്ചു കിട്ടാനില്ല. അതാണ് അങ്ങനെ പ്രയോഗിക്കാനുള്ള കാരണമെന്ന് മുഫസ്സിറുകൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പിശാചി ഏറ്റവും പ്രധാനമായി നമ്മളെ പറ്റിക്കാൻ ശ്രമിക്കുന്ന ചതിയുടെ രീതികൾ മഹാന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ എഴുതി വെക്കുന്നുണ്ട്. ഞാൻ ആശ്രയിച്ച് പറയുന്ന കിതാബ് ഖൂത്തുൽ അഹ്യാ മിൻ കിതാബിൽ ഇഹ്യാ എന്ന ഇഹ്യാ ഉലൂമുദ്ദീൻ്റെ മുഖ്തസറാണ്. ഇഹ്യാ ഉലൂമുദ്ദീന് ധാരാളം അത്തരം ഗ്രന്ഥങ്ങളുണ്ട്. അതിൽ പറയുന്ന ഒരു 5 പാർട്ടുണ്ട്. പിശാച് ചതിക്കാൻ ആദ്യം വരുമ്പോൾ ശ്രമിക്കുന്നത്, ഒന്നാമത്തേത് കിട്ടിയിട്ടില്ലെങ്കിൽ 2ാമത്തെ രീതി ഉപയോഗിച്ച് 1ാമത്തേലേക്ക് എത്തിക്കും. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ് മൂപ്പര് ശ്രമിക്കുന്നത്. ആദ്യം ശ്രമിക്കുന്നത് യൻഹ അനി ത്വാഅത്ത്, ചെയ്യാൻ വിചാരിച്ച ഇബാദത്തിന് മുടക്കം വരുത്തും. മൂപ്പര് എങ്ങനെയെങ്കിലും ആ ഇബാദത്ത് മുടക്കാൻ ശ്രമിക്കും. സ്വതക്ക ചെയ്യണ്ട, എത്ര ചോദിച്ചാലും കൊടുക്കൂല.
എത്ര തഹജ്ജുദിന് ഉണരണം എന്ന് നമ്മളെ മനസ്സിൽ വിചാരിച്ചാലും നടക്കൂല. അതിങ്ങനെ പിശാച് ബ്ലോക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. ഇതാണ് ആദ്യം മൂപ്പര് ചെയ്യുന്ന പരിപാടി. ഒന്നാമത്തെ സ്റ്റെപ്പ് അതാണ്. അത് എങ്ങനെയാ തോൽപ്പിക്കേണ്ടത്? അത് തോൽപ്പിക്കേണ്ടത് ദുഖൂലി അൽ ജന്ന അവിന്നാർ, ഞാൻ ഒന്നിക്കൽ സ്വർഗത്തിൽ അല്ലെങ്കിൽ നരകത്തിൽ. സ്വർഗത്തിൽ പോകണമെങ്കിൽ പണിയെടുക്കണം അല്ലേ? സ്വർഗത്തിൽ പോകണമെങ്കിൽ പണിയെടുക്കണം. സ്വർഗപ്രവേശനം ലഭിക്കുന്നത് അള്ളാഹുവിൻ്റെ റഹ്മത്തുകൊണ്ടാണ്. ശരി, സ്വർഗത്തിലെ സ്ഥാനമാനങ്ങൾ ഡിഗ്രി വർദ്ധിക്കുന്നത്, അപ്ഗ്രേഡ് ആവുന്നത്, സീറ്റ് വലിയ വലിയ മുന്തിയ ബിസിനസ് ക്ലാസ്സുകളിലേക്ക് പോകുന്നത് അമല് കൊണ്ടാണ്. ജസാഅം ബിമാ കാനൂ യഅമലൂൻ എന്ന് പറയുന്നതിൻ്റെ താല്പര്യം അതാണ്. സ്വർഗത്തിൻ്റെ എൻട്രി അള്ളാഹുവിൻ്റെ റഹ്മത്തുകൊണ്ടാണ്. ബാക്കി സ്ഥാനമാനങ്ങൾ ലഭിക്കണമെങ്കിൽ പണിയെടുക്കണം. ജസാഅം ബിമാ കാനൂ യഅമലൂൻ, അതാണ് കാര്യം. അപ്പോൾ നമ്മൾ അങ്ങനെ ചിന്തിക്കുക, പണിയെടുത്താലാണ് സ്വർഗത്തിൽ സ്ഥാനം കിട്ടുക. അങ്ങനെയാണെങ്കിൽ ഇബാദത്ത് മുടക്കാൻ വരുന്ന ഇബ്ലീസിനെ തോൽപ്പിക്കാൻ നമുക്ക് പറ്റും. ഒന്ന്. ഇനി ഇത് നടക്കുന്നില്ല എന്ന് കണ്ടാൽ ഇബ്ലീസ് ചെയ്യുന്ന ഒരു പരിപാടി എന്താ അറിയോ? സുമ്മയഅ്മുറു ബിത്തഖീർ, അതൊന്ന് ഡിലേ ആക്കാൻ ശ്രമിക്കും. ളുഹ ഇപ്പം നിസ്കരിക്കണ്ട എന്ന് തീരുമാനിപ്പിക്കും. ബാങ്ക് കൊടുത്തിട്ടില്ലല്ലോ, സമയമുണ്ടല്ലോ. അലാറം അന്ന് 4:55 സുബഹി ബാങ്കുള്ള സമയത്ത് വെച്ചതല്ലേ 4:30 എന്നുള്ളത്. ഇപ്പം 5:30 ബാങ്ക്, എന്തിനാ ഇപ്പോഴേ എഴുന്നേൽക്കണത്? അടിസ്ഥാന താല്പര്യം ഡിലേ ആക്കൽ കൊണ്ട് ഇബാദത്ത് തന്നെ മുടക്കുക എന്ന ഒന്നാമത്തെ കാര്യമാണ്. അതുകൊണ്ടാണ് പലർക്കും മസല അടക്കം പറഞ്ഞു കൊടുത്തിട്ട് പിശാച് ഇശാ നിസ്കാരമൊക്കെ പിന്തിപ്പിക്കും. താല്പര്യം ഇശാ ഖളാക്കണം എന്നാണ്. അത് ഹവൻ നഫ്സിൻ്റെ സഹായം കൂടി ഉണ്ടെങ്കിൽ വലിയ ചതി അവിടെ നടത്തും. എങ്ങനെ? ഒരാൾ ഉദാഹരണത്തിന് ഇശാ നിസ്കാരം നിർവഹിക്കാതെ വീട്ടിലെത്തി, 10, 10:30, 11 മണിയായി. അപ്പം അയാൾക്ക് തോന്നിപ്പിക്കും ഉറക്കം ഗാലിബായാൽ, അങ്ങനെ പറഞ്ഞാൽ നല്ല ഉറക്കം ഉണ്ടെങ്കിൽ ഉറങ്ങിയിട്ട് എണീറ്റ് ക്ഷീണമൊക്കെ മാറിയിട്ട് നിസ്കരിച്ചാൽ മതി എന്ന് സർവ്വ ഫിഖിഹിൻ്റെ ഗ്രന്ഥങ്ങളിലുണ്ടല്ലോ എന്ന് മസല പറഞ്ഞു കൊടുക്കലും. മസല കാരണം ഇബ്ലീസ് എന്ന് പറഞ്ഞാൽ 100,000-ലേറെ നബിമാരുടെ കാലത്ത് ജീവിച്ചുകൊണ്ട് തന്നെ മൂപ്പരിക്ക് നമ്മൾ അങ്ങോട്ടൊന്നും പഠിപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. മൂപ്പരിക്ക് അറിയാം ഓരോരാളെ എങ്ങനെയാണ് പറ്റിക്കേണ്ടത് എന്ന്. 9 വകുപ്പുണ്ട് പിശാച്. വ്യത്യസ്ത പോർട്ട്ഫോളിയോകൾ ഉണ്ടാകുന്നത് പോലെ 9 വകുപ്പുണ്ട്. ടൂറിസം, പ്രതിരോധം, വനം വകുപ്പ്, പുരാവസ്തു ഗവേഷണം എന്നൊക്കെ പറയുന്ന പോലെ, കുട്ടികളെ സ്പെഷ്യലിസ്റ്റ് മുസിബിയാൻ, വെള്ളം റിലേറ്റഡായി വസ്വാസാക്കുന്ന വലഹാൻ, നിസ്കാരത്തിൽ വസ്വാസാക്കുന്ന ഹിൻസബ്, ഉറക്കം റിലേറ്റഡായ വസ്നാൻ, അങ്ങനെ പല തരത്തിലുണ്ട്. ഇപ്പം അതൊന്നും പറയാൻ നേരം ഇല്ല. വിശദ പഠനത്തിന് ബുഖാരിയുടെ വ്യാഖ്യാനമായ ഷംസുദ്ദീൻ സഫീരി തങ്ങൾ എഴുതിയ അൽ മജാലിസുൽ വഅദിയ്യ എടുത്തു നോക്കിയാൽ മതി. സുയ്യുത്തി ഇമാമിൻ്റെ ശിഷ്യനാണ് അവർ. അവരോടൊക്കെ ബർക്കത്തുണ്ട്. അള്ളാഹു നമ്മുടെ ഖൽബ് സലീമായ ഖൽബാക്കി തെരുമാറാവട്ടെ. അപ്പം മസ്അലൊക്കെ പറഞ്ഞിട്ട് ഇശ എങ്ങനെ ഡിലീറ്റ് ആക്കിപ്പിക്കും. നമുക്ക് തോന്നും അന്നത്തെ നിസ്കാരം ഖളാ ആക്കാനുള്ള പരിപാടിയാണെന്ന്. അല്ല, അയാൾ എഴുന്നേൽക്കും 2:30, 3:30, 4:30 എഴുന്നേൽക്കും. എന്നിട്ട് 4:30, 4:35 എഴുന്നേറ്റ് ഇശാവ് നിസ്കരിച്ച് തഹജ്ജുദും നിസ്കരിച്ച് തഹജ്ജുദ് നിസ്കരിക്കാം. കാരണം ഇശാവും ഉറക്കും സംഭവിക്കണമെന്നേ ഉള്ളൂ. ഇശാ നിസ്കരിച്ചിട്ട് തന്നെ ഉറങ്ങണം തഹജ്ജുദ് നിസ്കരിക്കാൻ എന്നൊന്നുമില്ല. ആ രാത്രി ഇശാവും ഉറക്കും സംഭവിക്കണം. ആ ഉറക്ക് ഇശായിന് മുമ്പായാലും ശരി, ഇശായിന് ശേഷമായാലും ശരി. അങ്ങനെ തഹജ്ജുദും കഴിഞ്ഞ് വിത്തർ ലാസ്റ്റാണല്ലോ നിസ്കരിക്കേണ്ടത്. ഇജ്ജലു ആഖിറ സ്വലാത്തിക്കും ബില്ലൈലി വിത്തറ, വിത്തർ നിസ്കരിച്ച്. എന്നിട്ട് മൂപ്പര് ഭാര്യനോട് പറയുന്ന ഒരു കമൻ്റ് ഉണ്ടാവും, ഇന്നലെ ഇശാ നിസ്കരിക്കാതെ ഉറങ്ങിയോണ്ട് ഉറക്കിട്ടുന്നില്ല എത്ര എന്ന് പറഞ്ഞാൽ മൂപ്പരിക്ക് ഒരു ആത്മീയത ഉണ്ട് എന്ന് തോന്നിപ്പിക്കാൻ ഇബ്ലീസും ഹവൻ നഫ്സും ഡിസ്കഷൻ നടത്തിയിട്ടുള്ള ഒരു നതീജയാണത്. അതിനെക്കുറിച്ചാണ് ബൂസരി ഇമാം പറയണത്, കം ഹസനത്ത് ലദ്ദത്തൻ ലിൽ മർഇ ഖാതിലത്തൻ. ഡാഫോഡിൽസ് സ്ട്രോബെറി ഐസ്ക്രീം ചെറിയും വെച്ചിട്ട് കാണിച്ചു കൊടുക്കും. മീൻ ഹൈസു ലം എതിരെ അന്നസുമ്മ ഫിദ്ദസമി, ഉള്ളിൽ വിഷം ചേർത്തത് മൂപ്പര് അറിയില്ല. ഇതെന്തിനാ മൂപ്പരെ കൊണ്ട് അങ്ങനെ തോന്നിപ്പിക്കണമെന്ന് വെച്ചാൽ, ഈ തെറ്റ് സംഭവിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരിക്കെ തന്നെ എനിക്ക് തെറ്റ് സംഭവിക്കൂല, ഖളാ ആവൂല എന്നുള്ളൊരു കോൺഫിഡൻസ് മൂപ്പർക്ക് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും വേണമെങ്കിൽ ഇശാ നിസ്കരിക്കാതെ ഉറങ്ങേണ്ട മനസ്സ് രൂപപ്പെടും.
അങ്ങനെയായാൽ ജീവിതകാലത്ത് എപ്പോഴെങ്കിലും ഒരു ഇശാ ഖളാക്കി കിട്ടിയാൽ എന്ന കൺസേണിലാണ് മൂപ്പരാ ചിന്ത എടുക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക അതിൻ്റെ ഒരു ചതിയുടെ രീതി. അവൾ അവിടെ +1 ചേർന്നു എന്നതുകൊണ്ട് ഞാൻ അവിടുന്ന് ഒഴിവാണെന്നില്ലല്ലോ, ഞാനിപ്പുറത്തെ ഗേറ്റിലൂടെ പോയാൽ മതിയല്ലോ, ഓളാട് ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്തിനാ അവിടുന്ന് കോളേജിൽ നിന്ന് ഒഴിവാവേണ്ട ആവശ്യം? അത് ഇബ്ലീസ് ഹവൻ നഫ്സുമായി ഡിസ്കഷൻ നടത്തിയിട്ട് നടത്തുന്ന ഒരു ചതിയാണ്. എന്ന് പറഞ്ഞാൽ തെറ്റ് സാഹചര്യം അവിടെ ഉണ്ടായിരിക്കെ തന്നെ തെറ്റ് നിർത്താൻ കഴിയുമെന്ന് കോൺഫിഡൻസ് തരിക. ആ ആപ്പ് എന്തിനാണ് റമളാനായിട്ട് അൺഇൻസ്റ്റാൾ ആക്കേണ്ട ആവശ്യം? തെറ്റ് ചെയ്യണ്ടെന്നല്ലേ ഉള്ളൂ. അത് അൺഇൻസ്റ്റാൾ ആക്കിയാൽ അത് ഒഴിവാക്കിയാൽ ഞാൻ എങ്ങനെയാണ് വഅളും മദ്ഹ് ഗാനമൊക്കെ കേൾക്കുക? കണ്ടോ, ഈ ചതിയെ നമ്മൾ തിരിച്ചറിയണം.